നമസ്കാരം. എൻ്റെ അടുത്ത് പലരും മെസ്സേജ് അയക്കുമ്പോൾ പറയാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ധ്യാനം ശരിയാകുന്നില്ല എന്നൊക്കെ. അവരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം അവർക്ക് മെഡിറ്റേഷൻ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. മെഡിറ്റേഷൻ ഒരിക്കലും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. മെഡിറ്റേഷൻ ഒരു ഗ്രേഡ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തും മെഡിറ്റേഷനാണ്. നല്ല മെഡിറ്റേഷൻ, മോശമായിരുന്ന മെഡിറ്റേഷൻ, അങ്ങനെയില്ല. പലർക്കും ഇത് അറിയില്ല. പലരും മെഡിറ്റേഷൻ എന്ന് വിചാരിക്കുന്നത് ഒരു വസ്തുവിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, എന്നിട്ട് തോട്ട്സ് കുറച്ചു നേരം കഴിയുമ്പോൾ തോട്ട്സ് കുറയും, അത് നല്ല മെഡിറ്റേഷൻ. അങ്ങനെയാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ മെഡിറ്റേഷൻ്റെ ഒരു ഔട്ട്കം തോട്ട്സ് ഇല്ലാതെ നിൽക്കുക എന്നുള്ളതല്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും അതിനെ അവയർനെസ്സോട് കൂടി നോക്കുക, അതാണ് മെഡിറ്റേഷൻ. തോട്ട്സ് വരുമ്പോൾ തോട്ട്സ് 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 എന്നിങ്ങനെ പറയാം. ഗുഡ് തോട്ട്സ്, ബാഡ് തോട്ട്സ് എന്നല്ല, തോട്ട്സ് തോട്ട്സ് എന്ന് മാത്രം. അതേപോലെ മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ബോഡിയിലൊരു ഫീലിംഗ് വന്നാൽ ഫീലിംഗ് 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 ഫീലിംഗ്, ഗുഡ് ഫീലിംഗ് ബാഡ് ഫീലിംഗ് എന്ന് സ്റ്റാമ്പ് ചെയ്യരുത്. അതേപോലെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ലിസണിങ് 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 എന്ന് മാത്രം. അത് ആദ്യമൊക്കെ ഇത് റിപ്പീറ്റായിട്ട് പറയണം മനസ്സിൽ. നല്ല കാര്യമാണോ ലിസൺ ചെയ്യുന്നത്, മോശം കാര്യമാണോ ലിസൺ ചെയ്യുന്നത്, അങ്ങനെ അനലൈസ് ചെയ്യരുത്. അതേപോലെ എല്ലാ സെൻസസിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ, തേർഡ് ഐയിൽ വൈബ്രേഷൻ, വൈബ്രേറ്റ് ചെയ്യുന്നു, ഇത് നല്ലതാണോ, ഇതെന്താന്ന്, ഇങ്ങനെയൊന്നും അത് അനലൈസ് ചെയ്യാൻ പോകരുത്. ആരുടേതും ചോദിക്കേണ്ട ആവശ്യമില്ല ഇത് എന്തുകൊണ്ടാണ്, അതിലെ എനർജി മൂവ് ചെയ്യുന്നു, ഇത് നല്ലതാണോ ചീത്തയാണോ, അങ്ങനെയൊന്നും അതൊന്നും നോക്കേണ്ട കാര്യമില്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവയർനെസ്സോടുകൂടി ഇതെല്ലാം ആസ് ഇറ്റ് ഈസ് നോക്കിക്കാണുന്നതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നല്ല മെഡിറ്റേഷൻ, മോശം മെഡിറ്റേഷൻ എന്നുള്ള ഇല്ല. എത്ര തോട്ട്സ് വന്നാലും അത് മെഡിറ്റേഷനാണ്. വളരെ തോട്ട്സ് ഇല്ലാത്ത അവസ്ഥ, അതും സെയിം മെഡിറ്റേഷനാണ്. നമ്മൾ ഈ ആകാശത്ത് സ്പേസിൽ നിൽക്കണ പോലെയാണ്. അതിൽ ചിലപ്പോൾ ക്ലൗഡ്സ് വരും, ചിലപ്പോൾ ഭയങ്കരമായ മഴ മഴ പെയ്യുന്ന ക്ലൗഡ്സ് ആയിരിക്കും, തണ്ടർ ഉണ്ടാവും, ലൈറ്റ്നിങ് ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് ആ ആകാശത്ത് ഒന്നും ഉണ്ടാവില്ല, ക്ലിയർ സ്കൈ ആയിരിക്കും. ഇതെല്ലാം ഒരേപോലെ കാണണം. നമ്മൾ ആ സ്കൈ ആയിട്ടുള്ള സ്പേസ് ആണ് നമ്മുടെ ഉള്ളിലാണ് ഈ പല കാര്യങ്ങളും നടക്കുന്നത്. ആ സ്പേസിന് ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഞാൻ പറയുന്ന പോലെ തോട്ട്സ്, മനസ്സെന്ത് ചിന്തിച്ചാലും തോട്ട്സ് 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 എന്ന് മാത്രം പറയാം. എന്താ ചിന്തിക്കണേന്നോ അതിലേക്ക് പോവാനൊരു മനസ്സിങ്ങനെ പോവാൻ നോക്കും, ആ തോട്ട്സിനെ പിന്തുടർന്ന് പോവാൻ. പക്ഷെ എത്ര മനസ്സ് പറഞ്ഞാലും തോട്ട്സ് തോട്ട്സ് മാത്രം സ്റ്റാമ്പ് ചെയ്യാം, ഫീലിംഗ് മാത്രം സ്റ്റാമ്പ് ചെയ്യുക. ഇതിലെ നല്ല ഫീലിംഗ്, ബാഡ് ഫീലിംഗ്, ഞാൻ നല്ലത് കാണുന്നു, നല്ല കളർ കാണുന്നു, ഞാൻ പാസ്റ്റ് ലൈഫ് കാണുന്നു, എനിക്ക് ഔട്ട് ഓഫ് ദി ബോഡി എക്സ്പീരിയൻസ് വരുന്നു. ഇതെല്ലാം എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് മാത്രം സ്റ്റാമ്പ് ചെയ്യുക. ഗുഡ് ബാഡ് എന്നൊന്നും അതിനെ ആട്രിബ്യൂട്ട് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ മെഡിറ്റേഷൻ സക്സസ് എന്ന് പറയാൻ വേണമെങ്കിൽ. ബാക്കിയെല്ലാം ജസ്റ്റ് കോൺസെൻട്രേഷൻ ആണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ചിലർ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നു, ചിലർ വേറെ ഏതെങ്കിലും രീതിയിൽ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് അത് കോൺസെൻട്രേഷൻ ആണ് ചെയ്യുന്നത്. പക്ഷെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ അല്ല. കോൺസെൻട്രേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മെഡിറ്റേഷൻ. ഒരു പർട്ടിക്കുലർ വസ്തുവിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നോക്കാതെ എല്ലാത്തിനെയും ബ്ലേർഡ് ആയിട്ടുള്ള ഒരു വിഷനിൽ കാണണം, അതാണ് മെഡിറ്റേഷൻ. വേറൊരു കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന, കണ്ണു തുറന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എങ്ങും നോക്കാതെ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാതെ ഇങ്ങനെ കണ്ണു തുറന്ന്
നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യരുത്. എല്ലാം നമ്മൾ നോക്കാതെ നോക്കും എന്ന് പറയില്ലേ, പെരിഫറൽ വിഷൻ കൂടെ മാത്രം നോക്കുക. അതും ഒരു മെഡിറ്റേഷനാണ്. അതും നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യും. ഇപ്പൊ കണ്ണിന്റെ മുന്നിൽ എന്ത് വന്നാലും നമ്മൾ കണ്ണ് മാറ്റില്ല, അതിലേക്ക് ഫോക്കസ് ചെയ്യില്ല. അതേപോലെയാണ് നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു തോട്ട് വരുമ്പോൾ ആ തോട്ടിലേക്ക് ഫോക്കസ് ചെയ്യില്ല. ഒരു ഫീലിംഗ് വരുമ്പോൾ ആ ഫീലിംഗിലേക്ക് ഫോക്കസ് ചെയ്യില്ല. നമ്മുടെ കാലിന് പെയിൻ വരുന്നു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇരിക്കുമ്പോൾ, നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മളെല്ലാം നോക്കി കാണുന്ന പോലെ ആ പെയിനിനെ നോക്കി കാണുന്നു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കേണ്ടത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തോട്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതേപോലെ കോൺസെൻട്രേഷൻ അല്ല മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തും അതേപോലെ നോക്കിക്കാണുക. അതിനെ ഗുഡ് ഓർ ബാഡ് എന്ന് ലേബിൾ ചെയ്യാതെ അത് എന്തായിക്കോട്ടെ, അത് ഇപ്പൊ നമ്മുടെ ജീവൻ പോണ സമയം പോലും മെഡിറ്റേഷനാണ്. അത് നമ്മൾ ബാഡ് ഓർ ഗുഡ് എന്ന് സ്റ്റാമ്പ് ചെയ്യാതെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണ പോലെ അപ്പോഴും നമ്മൾ നെക്സ്റ്റ് ആസ്ട്രലിലേക്ക് ട്രാവൽ ചെയ്യും. എങ്കിലും കണ്ണടച്ച് ഇരുന്ന് തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ലൈഫ് തന്നെ ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ് ആക്കാം. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാതെ എല്ലാം നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് ഇങ്ങനെ പോകുന്ന, എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല ശരിക്കും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണ പോലെ നമ്മുടെ ലൈഫും ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോവാം. ഒരു കാര്യത്തിലെയും കൂടുതൽ ഇൻവോൾവ്മെന്റ് കാണിക്കാതെ, എന്നാൽ എല്ലാം നമ്മുടെ ചുറ്റും നടന്നു പോകുന്ന പോലെ ഒരു ഫീലിംഗ്. ഓക്കെ, താങ്ക് യു.